എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റേജ് ഷോ, അതായത് പ്രൊഫഷണലായിട്ടല്ല, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി ഇതിലിങ്ങനെ ക്രൈസ് കയറി സാറിൻ്റെ നിന്നൊക്കെ കാസറ്റിൽ നിന്നും ഇതെല്ലാം ഇട്ട് മോഷ്ടിച്ച് ഒരൈറ്റം എഴുതി ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് തന്നെ സ്റ്റേജിൽ ചെയ്യണം. അങ്ങനെ 4 പേര് വെഞ്ഞാറമൂട്ടിൽ നിന്ന് കയറി കരകുളത്താണ് പ്രോഗ്രാം. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ പോകുന്നു. കരകുളത്ത് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ പാട്ട് കേൾക്കുന്ന മകളെ പാതി മലരെ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാട്ട് തീരുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഞാൻ ചോദിച്ചപ്പോൾ വഴിയിലുള്ള ഒരാളുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പാട്ട് കേൾക്കുന്ന സ്ഥലത്താണ് സ്റ്റേജ് എന്ന് പറഞ്ഞു. അങ്ങനെ ഏല വഴിയൊക്കെ ഓടി റബ്ബറും കാട് വഴിയൊക്കെ ഇറങ്ങി കറക്റ്റ് അവിടെ ചെന്നു. അതുകൊണ്ട് ആ പാട്ട് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ ചെന്ന് ഷോ തുടങ്ങാൻ നേരത്ത് പെട്ടെന്നാണ് അറിയണത്, ദൈവമേ ഒരു ഐറ്റം ചെയ്യണം. കിറ്റക്സ് ലുങ്കിയുടെ പരസ്യം അറിയാലോ, മറ്റേ പൂവ് ചൂടിവാ ചൂടിവാ. അപ്പൊ അതിനെ കോമഡി ആക്കിയിട്ട് അവസാനം നിക്കറിട്ടുവ വള്ളി നിക്കറിട്ടുവ അങ്ങ്. അപ്പൊ അതിന് വള്ളി നിക്കർ വേണം. അവിടെ ചെന്നപ്പോഴാണ് ആലോചിക്കുന്നത്, ദൈവമേ വള്ളി നിക്കറില്ലല്ലോ, ഇത്രയല്ലോ പാലക്കരയിൽ നിക്കറില്ല. അങ്ങനെ ആ പഞ്ചായത്തിലുള്ള മിക്ക പറമ്പിലുള്ള പല വീടുകളിലും നമ്മൾ കയറി ഇറങ്ങി. പ്രോഗ്രാം തുടങ്ങാൻ പോകണം. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരും അവരെല്ലാവരും പറഞ്ഞു, അയ്യോ സുരാജ കാക്കി നിക്കർ വേണമെങ്കിൽ തരാം, അല്ലാതെ വള്ളി നിക്കർ കിട്ടാൻ ഒരു നിർവാഹമില്ല. വള്ളി നിക്കറില്ലെങ്കിൽ അതിന് കൈയടിയും കിട്ടത്തില്ല. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് വള്ളി നിക്കറിലും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യണം ദൈവമേ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് ഒരു അപ്പൂപ്പൻ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നു. കിടക്കാൻ നേരത്ത് ഞാൻ കണ്ടു വള്ളി നിക്കറുണ്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചോദിക്കണം. പക്ഷെ ഇങ്ങനെ നിൽക്കുകയാണ്, ആൾക്കാർ തള്ളലുണ്ട്. അപ്പോൾ അവിടെ അനൗൺസ് ചെയ്ത് തുടങ്ങി, പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ ഐറ്റവും കണ്ട് വള്ളി നിക്കർ കണ്ട്, ഇനി എനിക്കിത് ഊരി വാങ്ങിക്കണം. അപ്പോൾ ചെന്ന് ഇങ്ങനെ വരുമ്പോൾ അമ്മാവൻ വീണ്ടും അവിടെ നിന്ന് കഴിക്കും. പിന്നെ ഇങ്ങനെ ആവും, ഇങ്ങനെ ആയി, പിന്നെ ഇങ്ങനെ തൊഴിൽ, പിന്നെ ഇത് കംപ്ലീറ്റ് തൊഴുന്ന സ്ഥലത്ത് ഞാൻ പുറകെ പോകും. ചെന്നിട്ട് ഒരു സ്ഥലത്ത് ആ കാവിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയപ്പോൾ അവിടെ ആരും ഇല്ല, ഏകദേശം ഒരു ഇരുട്ടാണ്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തല്ലേ നീ കുറേ നേരം എൻ്റെ പുറകെ കിടക്കുന്നു. അല്ല അപ്പോൾ എനിക്ക് ആ നിക്കറൊന്ന് ഊരി തരും. അപ്പം ഇട്ടേക്കുന്ന ആ വള്ളി നിക്കറൊന്ന് ഊരി തരും. ഇവിടെ ആൾക്കും പൊക്കോ നീ, ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരെന്ത് പറയാൻ എൻ്റെ നിക്കർ ഊരാൻ പറഞ്ഞിട്ടില്ല. നീ എൻ്റെ ചെറുമോൻ്റെ പ്രായമുള്ള പൊക്കോടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അപ്പോൾ എൻ്റെ ഈ പ്രോഗ്രാമിനാണ്, അതിൽ ആ വള്ളി നിക്കറിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്നും പറ്റില്ല, നിൻ്റെ ഐറ്റത്തിന് വേണ്ടിയിട്ട് എൻ്റെ വള്ളി നിക്കർ ഊരാ. എനിക്ക് ഇവിടെ ക്ഷേത്രത്തിലടുത്ത് പരിപാടിയുള്ളതാ. അപ്പോൾ ആനയുടെ പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഇല്ല മാമ എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇത് എപ്പോൾ തിരിച്ചു തരും, എനിക്ക് ആ കൂടി ഒരെണ്ണേ ഉള്ളൂ, ഇത് ഞാൻ ഊരി തന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഇത് നടക്കും. ഇല്ല മാമ ഞാൻ ഇപ്പം തന്നെ തരാൻ പോവാ പ്ലീസ് എന്ന് പറഞ്ഞ് വിളിച്ച് സ്റ്റേജിൻ്റെ ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുടഞ്ഞ് ഊരിയിട്ട് ഞാൻ കുടഞ്ഞിട്ട് റെഡി പ്രോഗ്രാം തുടങ്ങിക്കുക. അപ്പോൾ ഇത് ഇപ്പം തന്നെ കൊണ്ടുവരണം, ഞാൻ അവിടെ തന്നെ ഇരിക്കും, ഇത് നിൽക്കറില്ലാതെ എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ്. സ്റ്റേജ് ഷോ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ വെപ്രാളത്തിൽ ആദ്യത്തെ പരിപാടിയല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ വള്ളി നിക്കറിൻ്റെ ഐറ്റം കാണിക്കുന്നു, ഗംഭീര കൈയടി, പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഈ നിക്കർ എവിടെയാണ് ഊരിയിട്ടത് എന്നുള്ളത് ഞാനും അങ്ങ് മറന്നുപോയി. നിക്കറില്ലാതെ അപ്പൂപ്പനും പോവില്ല. അപ്പോൾ അപ്പൂപ്പനെ പിന്നെ അങ്ങ് മറന്നുപോയി. കാര്യം പരിപാടി ഇരുന്ന് ആൾക്കാരൊക്കെ വന്ന് ചിരിച്ച് കളിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ മൈക്ക് അനൗൺസ് കേൾക്കുന്നത്, ശശിധരൻ പിള്ള ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജുമായി ബന്ധപ്പെടുക, ആനപ്പുറത്ത് കയറാനുള്ളതാണ്, തിടമ്പെഴുന്നള്ളിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇതാരാ ശശിധരൻ. അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ വന്നിട്ടുണ്ട്, പറഞ്ഞു ഒരു കിളവ് നിന്നെ തിരക്കുന്ന് സ്റ്റേജിൻ്റെ ബാക്കിലുണ്ട്. അയ്യോ വള്ളി നിക്കർ കൊടുത്തില്ല. അപ്പം ഞാൻ ചെന്നപ്പോൾ ഈ ആനയുടെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ആനയുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് തിടമ്പിൻ്റെ പരിപാടി കഴിഞ്ഞു, വേറെ ആൾ. അപ്പോൾ ഇതല്ല ശശിധരൻ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഉണ്ടോയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നിക്കറ് ക്ഷമിക്കണം ഞാൻ ശകലം വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും കൂടെ നമ്മളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ്. ഇതാ പിടിക്കണം, നിക്കറ് വാങ്ങിക്കാം, എനിക്ക് 500 രൂപ തരണം നീ. ഞാൻ പറഞ്ഞു നേരത്തെ പൈസയൊന്നും പറഞ്ഞില്ലല്ലോ, ആ കൂടി പ്രോഗ്രാമിന് കിട്ടിയ 100 രൂപ, പിന്നെ എങ്ങനെ അപ്പൂപ്പന് 500 രൂപ വരും? എന്തോന്നാ പോവാ? എനിക്കിപ്പോൾ ആ തിടമ്പെഴുന്നള്ളിലേക്കാണ് ഞാനാണ് പോകേണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ അപ്പൂപ്പന് കയറിക്കൂടെയായിരുന്നു? നിക്കറില്ല എങ്ങനെ ആനപ്പുറത്ത് കാലം വീശി കയറുന്നു, അതുകൊണ്ട് നീ 500 രൂപ തന്നെ പറ്റൂ.